ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ദിസ് ഈസ് മീ അൽഫ അബ്ദുൽ സലാം. മക്കളെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ നോട്ടിഫിക്കേഷനിൽ കുറച്ചധികം ചേഞ്ചസ് കൂടെ വന്നിട്ടുണ്ട്. ഇത്തവണ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ എക്സ്ട്രാ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് ഈ വീഡിയോയിലൂടെ ചോദിച്ചറിയാം. അപ്പോൾ മക്കളെ, നമ്മൾ പറഞ്ഞു വരുന്നത് പോലെ തന്നെ നമ്മളെ നെറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള എല്ലാ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാടധികം ഫ്രീ കോണ്ടന്റ് നിങ്ങൾക്ക് നമ്മളെ CCയുടെ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. നമ്മളെ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ നിങ്ങൾക്ക് നമ്മുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡെയിലി എക്സാംസ്, കറണ്ട് അഫയേഴ്സ് പോലുള്ള ഒരുപാടധികം ലേണിംഗ് കണ്ടന്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്ന CC ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. എന്ത് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും നമ്മളെ ബോട്ട് നമ്പർ ആയിട്ടുള്ള 8589083568 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളെ നെറ്റ് ജൂൺ 2026 പരീക്ഷയെ നമ്മൾ വരവേൽക്കുമ്പോൾ ഒട്ടനവധി നെറ്റ് ക്വാളിഫയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ള നമ്മുടെ വിക്ടറി ബാച്ചിന്റെ അടുത്ത ഇൻസ്റ്റാൾമെന്റിലേക്കാണ് നിങ്ങളെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. ഏകദേശം ഒരുപാട് 3 വർഷം കൊണ്ട് നമുക്ക് അറൗണ്ട് 2000 അടുത്ത് നമുക്ക് റിസൾട്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത് നമ്മുടെ ഫാക്കൾട്ടീസിന് മികവുകൊണ്ട് മാത്രമാണ്. ഡോക്ടറേറ്റ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഫാക്കൾട്ടീസിന്റെ ഗൈഡൻസിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, എക്സാംസ്, പോൾസ്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉൾപ്പെടെ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് JRFലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്ന നമ്മുടെ വിക്ടറി ബാച്ചിന് 90 ഡേയ്സ് ബാച്ചിന് അഡ്മിഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ അഡ്മിഷൻസിൽ നമുക്ക് മുമ്പോട്ട് പോകുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 90 ഡേയ്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോട്ട് നമ്പർ ആയിട്ടുള്ള 8086881144 നമ്മുടെ ബോട്ട് നമ്പറിലേക്ക് നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സീറ്റുകൾ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന 90 ഡേയ്സ് ബാച്ചിലേക്ക് നിങ്ങൾ ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ ഗൂഗിൾ ഫോമിലേക്ക് നിങ്ങൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക. മക്കളെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ ഇത്തവണ നമ്മളുടെ ഇൻഫർമേഷൻ എല്ലാം ആധാർ ബേസ്ഡ് ലോഗിനിൽ നിന്ന് മാറ്റി ഡിജി ലോക്കർ ബേസ്ഡ് ലോഗിനിലേക്ക് ആറ്റിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒന്നുകിൽ ഡിജി ലോക്കർ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഡിജി ലോക്കർ അക്കൗണ്ട് തുറന്നുകൊണ്ട് നിങ്ങൾക്ക് ബാക്കി രജിസ്ട്രേഷൻ നടത്താം. ആധാർ നമ്പർ, യൂസർ നെയിമോ മൊബൈൽ നമ്പർ, ഇതിൽ 3 എന്ത് ഉപയോഗിച്ചും നിങ്ങളുടെ കംപ്ലീറ്റ് ഡോക്യുമെന്റ്സുമായിട്ട് ലിങ്ക് ചെയ്തായിരിക്കും ഇത്തവണ നമ്മൾ എന്ത് നടക്കുന്നത്, ആപ്ലിക്കേഷൻ പ്രൊസീജിയർ നടക്കുന്നത്. സോ നമുക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഡിജി ലോക്കർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഡിജി ലോക്കർ അക്കൗണ്ടിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി ഇത്തവണ നെറ്റിന് വേണ്ടി അപ്ലൈ ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇത്തവണ നമുക്ക് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ID നമ്പർ, നിങ്ങൾ എന്തെങ്കിലും റിസർവേഷൻ കാറ്റഗറിയിലുള്ളവരാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും റിസർവേഷൻ നിങ്ങൾ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തവണ എന്ത് ചെയ്യാൻ പറ്റും, ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ID നമ്പറും അതുപോലെ തന്നെ ഇതാരാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ പേരും ഡീറ്റെയിൽസും ഡേറ്റും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇതിനോട് എൻറ്റെയിൽ ചെയ്തു പോകാം. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ടൈപ്പ് ഇൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകളായതുകൊണ്ടുള്ള ഗുണമാണത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമ്മളെ റിസർവേഷൻ കാറ്റഗറികൾക്ക് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ മുമ്പോട്ട് കൊണ്ടുപോകണം. ഇത്തവണ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ട്വിൻ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ആപ്ലിക്കേഷനിൽ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി PhDയിൽ അഡ്മിറ്റഡ് ആണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ഓൾറെഡി PhDയിൽ അഡ്മിറ്റഡ് ആണെങ്കിൽ നമുക്ക് JRFനുള്ള എലിജിബിലിറ്റി ഉണ്ട്. അക്കോർഡിംഗ് ടു ദ ഏജ് വേരിയേഷൻസ് ദാറ്റ് ആർ ദെയർ. നമുക്ക് റിലാക്സേഷൻസ്, ഏജ് റിലാക്സേഷൻസ് കാറ്റഗറീസിന് കൊടുത്തേക്കുന്ന പോലെ തന്നെ ഓൾറെഡി എക്സിസ്റ്റിംഗ് PhD അഡ്മിഷൻ എടുത്തിട്ടുള്ള ആളുകൾക്കും എന്ത് കിട്ടുന്നുണ്ട്, റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. അത് എലിജിബിൾ ആകാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. റിസർച്ച് എക്സ്പീരിയൻസോ എക്സ് സർവീസ്മാൻ ആണോ എന്നുള്ള കാര്യം, ഇതെല്ലാം നിങ്ങളുടെ JRF എബിലിറ്റി JRF ആപ്ലിക്കബിലിറ്റിയെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്താൽ മാത്രമേ നിങ്ങൾ ഏജ് ഓവർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, JRFന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ശ്രദ്ധിക്കുക മക്കളെ, ഇവിടെ FIUGP-കാരാണെങ്കിൽ നിങ്ങൾ കസ്റ്റം പ്രൊഫസർ എന്ന് പറയുന്ന ഒരു ടിക്ക് ഇവിടെ കാണില്ല. നിങ്ങൾക്ക് JRFന് കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് JRF എന്നുള്ള ടിക്ക് ഇവിടെ കാണില്ല. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ഫോർ എന്ന് പറയുന്ന മെനു വരുന്നത്. അവിടെ വരുമ്പോൾ നിങ്ങൾ ഡൗട്ട്ഫുൾ ആകരുത്. നിങ്ങൾ എന്താണോ കൊടുത്തിട്ടുള്ളത്, നിങ്ങളിപ്പോൾ 30 വയസ്സിന് മുകളിലാണ്, പക്ഷേ നിങ്ങൾ എലിജിബിലിറ്റി കാറ്റഗറിയിലേക്ക് പെടുത്തുവാനുള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ JRFന്റെ ടിക്ക് കൂടി ഇവിടെ അവൈലബിൾ ആവും. നിങ്ങൾ FIUGP 4th ഇയറിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണില്ല, അസിസ്റ്റന്റ് പ്രൊഫസർ കാണില്ല, JRFും PhD ഉള്ളിയും മാത്രമേ കാണുകയുള്ളൂ. അതുപോലെ തന്നെ ഇത്തവണ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 2 രീതിയിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് ക്യാപ്ചർ ലൈവ് ഫോട്ടോഗ്രാഫ്, നമ്മൾ ആപ്ലിക്കേഷൻ ടൈമിൽ തന്നെ നമ്മൾ ലൈവ് ഫോട്ടോഗ്രാഫ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, QR ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മൾ ക്യാമറ ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ നമ്മൾ ഫോൺ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വെബ് ക്യാമിൽ കൂടെയോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമ്മളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ ആഡ് ചെയ്യുകയും വേണം.
അതില്ലാതെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ലൈവ് ഫോട്ടോ കൂടെ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത്രയും മാറ്റങ്ങളാണ് നമുക്ക് ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ ബോർഡ് നമ്പർ ആയിട്ടുള്ള 80868844 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്താൻ നമ്മൾ അതിനുള്ള റെസ്പോൺസ് തരുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട മക്കളെ, പഠിച്ചു തുടങ്ങാനുള്ള ഏറ്റവും പെർഫെക്റ്റ് ടൈമാണിത്. 90 ഡേയ്സ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യോ, നമ്മുടെ ബോർഡ് നമ്പർ ആയിട്ടുള്ള 8086881144 നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ആസ്പിരന്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അപ്ലൈ ചെയ്യാത്തവരെ ഏറ്റവും വേഗം പോയി അപ്ലൈ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. 90 ഡേയ്സ് മാത്രമേ ഉള്ളൂ, 90 ഡേയ്സ് ഇല്ല നമ്മുടെ മുമ്പിലേക്ക്. ഇനി ഏകദേശം 60 ഡേയ്സ് മാത്രമാണ് നമ്മുടെ മുമ്പിലേക്ക് റണ്ണിങ് ആയിട്ടുള്ളത്. സോ നമ്മളെ 60 ഡേയ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മളെ താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുകയോ നമ്മളെ ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. വിത്ത് മോർ ഇൻഫോർമേറ്റീവ് വീഡിയോ, we will be back. Stay tuned, keep subscribed. This is me, Alfie Abdul Salam, signing off. Thank you. Download now CC Learning app.